സുപ്രഭാതം. ഹലോ ഹലോ സുപ്രഭാതം, പറഞ്ഞോളൂ. പിന്നെ ഞാന് ഇവിടുന്ന് പുത്രതാണിക്കെന്താ വിളിക്കുന്നത്. ഇന്ന് നമ്മളെ ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജില് നമ്മളെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും, ഇല്ലെങ്കിൽ LDF വോട്ട് ചെയ്യുക നല്ലൊരു പരസ്യം കാണുന്നുണ്ടല്ലോ ഫ്രണ്ട് പേജിൽ തന്നെ. എന്താ അത്? നമ്മള് ഓരോ വീടുകളും കയറിയിട്ട് ഈ നമ്മളെ ലീഗിനും നമ്മളെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. നിങ്ങളിങ്ങനെ ഇതേ രീതി നിങ്ങൾ ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ചെയ്തിട്ടുണ്ട്. അല്ല, ഇതുകൊണ്ട് നമ്മളെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതുകൊണ്ട് രക്ഷപ്പെടുമോ? ഇവര് ഇന്ത്യ ഭരിക്കുമോ? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് കൊടുക്കാൻ കാരണം? റിസപ്ഷനാണ് നമ്മള് പറയട്ടോ എന്തായാലും. അല്ല, ഞാൻ ചോദിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങള് രണ്ടാം കിട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ ഈ ഇടത് വർഷം ഈ ഇന്ത്യ ഭരിക്കുവോ? ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് കൊടുത്തിട്ടുള്ളത്? ചോദിക്കണതിന് മറുപടി പറയണം. എന്താ പറഞ്ഞാല്, ഞങ്ങൾ ഓരോ വീട്ടിലും ഓരോ മലയും കുന്നും കയറി ഓരോ വോട്ടും പിടിക്കുമ്പോ നിങ്ങൾ ഇതേ തെണ്ടിത്തരം നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഞങ്ങൾ ഈ പണികളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ വേറെ വല്ല പണിക്ക് പോയിരിക്കും നന്നാകുക. നിങ്ങൾക്ക് കാശില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനോട് പറയേ, അവര് നിങ്ങൾക്ക് പിരിച്ചു തരും കാശ്. ഇതിന്റെ ഈ ഇത്രയും കൂടി എമൗണ്ട് പോലും പിരിച്ചു തരും. ഞാനും കൂടി ആ കൊടുത്തു കൂടും. നിങ്ങൾക്ക് കാശിന് വേണ്ടി അങ്ങനെയാണ് നിങ്ങൾ BJPന്റെ കൊടുക്കാനുള്ള നിങ്ങൾ മുന്നിൽ. BJPന്റെ കൊടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി നിങ്ങൾക്ക് അതിനൊരു അന്തസ്സില്ല. കാരണം BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവരെ കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ? ഈ LDF എന്ന് പറഞ്ഞ ഈ വർഷത്തിൽ ഇവർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ ഈ സുപ്രഭാതത്തിൽ ഇരിക്കുന്നവർക്ക് തീരെ തലല്ലേ? ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു മറുപടി കാട്ടിയാണ് നിങ്ങൾ. ഇത് റിസപ്ഷനാണ്, ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എത്തുന്നുള്ളൂ. അവരോട് ഞാൻ പറയാട്ടോ. അല്ല, അവർ ബന്ധപ്പെട്ട ആളുകളുടെ നമ്പർ ഞാൻ അവരോട് സംസാരിക്കാം. കാരണം ഇതില് മനസ്സിന് വല്ലാത്ത വേദന ഉണ്ട്. ആ വേദന കൊണ്ട് പറയണേ. ഇതിന്റെ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സമസ്ത പറഞ്ഞാൽ തങ്ങന്മാരും ഇവരൊക്കെ കൂടി കൂടിയൊരു വിഭാഗമാണ് സമസ്ത. ഈ തങ്ങന്മാരും സമസ്തയും കൂടി കൂടുന്നതാണ് മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു 10 വോട്ട് കുറക്കാനല്ലാതെ 10 വോട്ട് കൂട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഈ ഒരു പരസ്യം കൊണ്ട് നമ്മളിതൊരു 10 വോട്ട് പോകാന്നല്ലാതെ 10 വോട്ട് കൂട്ടാൻ ഇതിനെ കൊണ്ട് സാധിക്കുമോ? അതിന് മറുപടി നിങ്ങൾ. നമുക്ക് ഇതിനെ കുറിച്ച് നമുക്കൊരു മറുപടി പറയേണ്ടില്ല. എന്ന് വെച്ചാല് ഓഫീസ് റിസപ്ഷനാണ്. അല്ല, ഇത് ആരോടാ ചോദിക്കണ്ടേ? നമ്മളൊന്ന് പറഞ്ഞ ആരോട് ചോദിച്ചോളാം, ബന്ധപ്പെട്ടോട് ചോദിച്ചോളാം. നമ്പർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ മറ്റാളായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ വിളിക്കുന്നത് പുത്തനത്താണിക്കെന്നാണ്. ഞാൻ നമ്മളെ സുപ്രഭാതത്തിന്റെ ഞാൻ പറവന്നൂർ പള്ളിന്റെ മുത്തവല്ലിന്റെ മകനാണ്. സുപ്രഭാതം ഞങ്ങള് ഓരോ വീടുകളും കയറി ഇറങ്ങി ചേർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. സുപ്രഭാതം വരിക്കാരൻ. അപ്പൊ ഇതിലൊരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ വോട്ട് ഫോർ LDF. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നല്ലോ ഒന്ന് പറഞ്ഞു തന്നാല്, ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നുള്ളത് ഇത് അവര് LDF തന്ന പരസ്യമാണ്. അവരുടെ ഇപ്രാവശ്യത്തെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്. അല്ല, നിങ്ങൾ BJP തന്നാലും ഇങ്ങനെ കൊടുക്കുവോ? നമ്മൾ LDFന്റെ UDFന്റെ കൊടുക്കും. UDFന്റെ അതെന്താ അങ്ങനെ? ഈ LDF ഞാൻ ചോദിക്കുന്നത്, അല്ല ഞാൻ ഒരു മിനിറ്റ് ചോദിക്കട്ടെ, ഈ LDF ഇന്ത്യ ഭരിക്കുവോ? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷംസുദ്ദീൻ. സാറേ, എന്റെ പേര് ഷംസുദ്ദീൻ സാറേ. ഞാൻ സംഭവം പറയട്ടെ. ഇതിപ്പോ നമുക്ക് മാത്രമേ അവര് LDFന്റെ എല്ലാ ക്യാമ്പയിനും ഇങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം.
എന്നാൽ LDF ഒരു അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഇന്ത്യ LDF ഭരിക്കുവോ? അവരുടെ ആഗ്രഹമായിരിക്കും. അല്ല, ആഗ്രഹം എന്നല്ല, നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളല്ലേ? പിന്നെ ഇവരെ കൊണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാനാ പറ്റുക? ഇലക്ഷൻ ക്യാമ്പയിൻ അല്ല, ഇതൊക്കെ ഒരു തെണ്ടിത്തരം എന്ന് പറയാം. കാരണം വെച്ചാല് നമ്മുടെ ഇത് ഓരോ വീട്ടിലും കയറിയിട്ട് നമ്മള് എത്രമാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കണമെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ഓരോ വീട്ടിലും ഇതേ പണി നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതേ പണി നിങ്ങൾ ചെയ്ത് ഒരുപാട് വോട്ട് പോയി എന്നല്ലാതെ നിങ്ങളെ പരസ്യം കൊണ്ട് മുസ്ലിം ലീഗിന് എന്ത് ഗുണം ഉണ്ടായത്? ഇപ്പൊ അതേ ഒരു മൂർച്ഛിച്ച് നിൽക്കണ ഏറ്റവും നല്ല പോയിന്റായ സമയത്ത് തന്നെ ഇത് കൊടുത്തിട്ട് നമുക്കൊരു 10 വോട്ട് പോകുന്നല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് അപകടം എന്നല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ഉയർന്ന് എഴുന്നേൽക്കാനുള്ള ഒരു രീതിയാണ് LDF നിന്ന് ഉണ്ടാകാൻ പറ്റുക? ഇതൊരു സുപ്രഭാതം തന്നെ ഒരു സമസ്തന്റെ പേപ്പറാണല്ലോ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു പേപ്പറാണുള്ളത് അല്ലേ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു പേപ്പറാണിത്. ആ പേപ്പറിന്റെ പിന്നെ അന്തസ് കളയുന്ന ഒരു റിപ്പോർട്ടല്ലേ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? വളരെ മോശമായി പോയിട്ടോ, വളരെ മോശമായി പോയി. നിങ്ങൾക്ക് പറയാന് പിന്നെ നമ്മള് ചോദ്യം ചോദിച്ചാൽ പരിപാടി നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. തർക്കിക്കുകയല്ല, നമുക്ക് UDFന്റെ ക്യാമ്പയിനും വരുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾ കൊടുത്തോളം നിർബന്ധമില്ല. കാരണം വെച്ചാല് അത് ഞങ്ങൾ കൊടുത്തോളം ഞങ്ങൾ ഇനിയിപ്പോ നമ്മളെ തീരുമാനം തന്നെ ഞങ്ങളെ മഹല്ലില് സുപ്രഭാതം എന്നുള്ള ഞങ്ങൾ വലിയൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. സുപ്രഭാതം എന്നുള്ള പേപ്പറിനെ ഞങ്ങളെ വരിക്കാരങ്ങൾക്ക് കുറച്ച് തന്നാൽ മതിയല്ലോ. ഇത് തങ്ങന്മാരും എല്ലാരും കൂടിയുള്ള ഒരു ഇതാണല്ലോ ഈ സുപ്രഭാതം തന്നെ. എല്ലാവരും കൂടി അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത്. നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീട്ടിലിറങ്ങിയിട്ട് ഓരോ വോട്ട് പിടിക്കാൻ നമ്മൾ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ വോട്ടും പിടിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ AC റൂമിൽ ഇരുന്നിട്ട് ഓരോരോ പിന്നെ ഇതാണ് തട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അപകടം എത്രയാണ് പിന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വളരെ മോശമായി പോയിട്ട് വളരെ ഒരു പത്ര പിന്നെ ഇതിന് പ്രസ്ഥാനത്തിന് ചേർന്നൊരു പണിയല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതേ രീതി നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എടുത്ത് നിങ്ങൾക്ക് പൈസയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടി പിരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പൈസ തരുമല്ലോ. നിങ്ങൾ ഒരു പരസ്യം കൊടുക്കണ്ട. ആ പൈസ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. ഇതിനെക്കാട്ടും നല്ല നിങ്ങൾക്ക് BJPന്റെ കൊടുക്കായിരുന്നല്ലോ. ഓൽക്ക് ചിലപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഓൽക്ക് ചിലപ്പോൾ ന്യൂനപക്ഷത്തിനെ പറ്റിയോ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ LDFന് എന്ത് ചെയ്യാനാ പറ്റുക? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഒരു LDFന് ഒരു 10 സീറ്റുള്ള LDF മാത്രം ഒരു LDF എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യ രാജ്യത്ത്? എനിക്ക് ഒരു മിനിറ്റ്. നമ്മളെ വാർത്ത നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പത്രത്തില് ഇതേപോലെ നമുക്ക് UDFന്റെ ക്യാമ്പയിനും വരുന്നത് പരസ്യ ക്യാമ്പയിനാണ്. നമ്മുടെ പത്രത്തിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെപ്പോലെ പേപ്പർ തന്നെയുള്ള ദേശാഭിമാനി അങ്ങനെ കൊടുക്കും. ദേശാഭിമാനി വരുമല്ലോ. ഇതുപോലെ നമ്മളെ ലീഗിന്റെ ഒരു ഇത് കൊടുത്ത പോലും ഫ്രണ്ട് പേജിൽ ഇങ്ങനെ കൊടുക്കും. കൊടുക്കാൻ അവർക്ക് സാധ്യതയുണ്ട്. എങ്ങനെ സാധ്യത? നമ്മളെ കേരളം പിറവി കൊണ്ടുവരും എത്ര ദേശാഭിമാനി പിറവി കൊണ്ടുവരും എത്ര വർഷങ്ങളായി? അന്നത്തെ ഒരു പേപ്പറിന് കാണിച്ചിട്ട് സാധിക്കുമോ? കാരണം എനിക്ക് ഒരു മിനിറ്റ് സമയം തരും. ഇത് വെച്ചാൽ ഇലക്ഷൻ ക്യാമ്പയിൻ എന്നാ പറയുക. ഇപ്പൊ നരേന്ദ്രമോദിയുടെ മറ്റു പത്രങ്ങളിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും വിളിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നമ്മൾ യാതൊരു കാരണവശാലും കൊടുക്കൂല എന്ന് പറഞ്ഞതാണ്. അതെന്താ കൊടുക്കൂല? തീരെ പറ്റില്ല. ഒറ്റ മിനിറ്റ് സാർ സമയം തരും. എന്താണെന്ന് വെച്ചാല് ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്നാ പറയുക. പരസ്യ ക്യാമ്പയിനാണ്. ഇതിപ്പോ എല്ലാ പത്രം നമുക്ക് മാത്രം നമ്മൾ തുടങ്ങിയെന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം കിട്ടിയെന്നേ ഉള്ളൂ. എല്ലാ പത്രങ്ങളിലും നമുക്ക് UDFന്റെ വരുന്നത്. UDFന്റെ 2 പരസ്യം നമുക്ക് പോലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. UDFന്റെ നിങ്ങൾ കൊടുത്തോളം ഇനി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞൊക്കെ എങ്ങനെ കേൾക്കാൻ നിൽക്കല്ല ആൾക്കാര്. അതായത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്തത് വളരെ മോശമായി. ഞാൻ തങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. വളരെ മോശമായി. എൻ്റെ മനസ്സിലുള്ള സങ്കടം കൊണ്ട് വിളിക്കുകയാണ് ഞാൻ. വളരെ പ്രയാസപ്പെട്ട നമ്മളെ ഈ നാടിന്റെ അപകട ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ പണി ചെയ്തത് വളരെ മോശമായി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കട്ടാക്കാണ്.